അമേരിക്കയുടെ സഹായത്തോടെ 53 വർഷം മുൻപ് റോക്കറ്റ് വിക്ഷേപിച്ച ISRO ഇന്ന് അതേ രാജ്യവുമായി സംയുക്ത സംരംഭത്തിൽ ഏർപ്പെട്ടതിന്റെ വിജയഗാഥയാണ് നൈസർ ഉപഗ്രഹമെന്ന് ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. നൈസർ പരീക്ഷണ ഘട്ടങ്ങൾ ഒന്നൊന്നായി വിജയിച്ചു മുന്നേറുന്നതായും നൈസർ നൽകുന്ന വിവരങ്ങൾ ലോകത്തിന് മുഴുവൻ പങ്കുവയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡിസംബറിൽ നടക്കുന്ന മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നതിനുള്ള പരീക്ഷണ ദൗത്യത്തിൽ വ്യോമിത്ര സെമി ഹ്യൂമനോയിഡ് റോബോട്ടും വിക്ഷേപിക്കുമെന്നും ISRO ചെയർമാൻ ജനം ടിവിയോട് പറഞ്ഞു. ഐസൺ ജോസുമായി നടത്തിയ അഭിമുഖത്തിലേക്ക്. പ്രതീക്ഷയോടെ മുന്നേറുകയാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇന്ന് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ചെയർമാനും സ്പേസ് സെക്രട്ടറിയുമായ ഡോക്ടർ വി നാരായണൻ നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തോട് നിരവധി കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. ആദ്യം തന്നെ ഈ അടുത്ത വിജയകരമായ നൈസറിനെ കുറിച്ചാണ് ചോദ്യം. സർ, വളരെ ഒരു വിജയമായിരുന്നു നൈസർ. വലിയ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തത്. എന്തായിരുന്നു സാറിൻ്റെ എക്സ്പീരിയൻസ്? ഇനി എന്താണ് അതിലുള്ള പ്രതീക്ഷ? ഇനി 90 ഡേയ്സ് ആണ് അതിൻ്റെ കാലാവധി എന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദാംശങ്ങളൊന്ന് പറയാമോ? നൈസറിന് പറയുന്നത് ഒരു ഇസ്രോ ആൻഡ് JPL നാസയുടെ ജോയിൻറ്റ് പേലോഡ്സ് വെച്ച് ഉരുവാക്കിയ ഒരു സാറ്റലൈറ്റാണ്. അപ്പോൾ ആ സാറ്റലൈറ്റിൽ 2 മേജർ പേലോഡുണ്ട്. ഒന്ന് S ബാൻഡ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്ന് പറയും. ആ പേലോഡ് ചെയ്തത് ഇസ്രോ ആണ്. പിന്നെ L ബാൻഡ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ പേലോഡും ഒരു 12 മീറ്റർ ഡയമീറ്റർ അൺഫർലബിൾ ആൻറ്റണ അവിടെ കൊണ്ടുപോയപ്പോൾ ഒരു കുട പോലെ இருக்கும். പിന്നെ അവിടെ പോയാണ് ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൻറ്റനായും ചെയ്തത് JPL US ആണ് ചെയ്തത്. പിന്നെ ഈ 2 പേലോഡും ചേർത്ത് വെച്ച് ഒരു സാറ്റലൈറ്റ് ഉണ്ടാക്കിയത് നമ്മളാണ്, ISRO ആണ് ഉണ്ടാക്കിയത്. അപ്പം ഈ സാറ്റലൈറ്റ് ഉണ്ടാക്കിയിട്ട് അത് അയച്ചത് നമ്മളുടെ GSLV ഇൻഡിജിനിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് GSLV Mark II റാക്കറ്റ്. ഇത് 18ാമത്തെ റാക്കറ്റാണ്. ശ്രീഹരിക്കോട്ടയിലിருந்து വിടുന്നതിൽ 102ാമത്തെ റാക്കറ്റാണ്. ഈ റാക്കറ്റിലാണ് അയക്കുന്നത്. അപ്പോൾ ഈ സാറ്റലൈറ്റ് അവർ നാസ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൈസ എന്ന് പറഞ്ഞാൽ 1300 കോടിക്ക് മുകളിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾക്കും ഒരു 1,200 crore ആ രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രസ്റ്റീജിയസ് ഒരു ഇതാണ്. അപ്പോൾ ഈ സാറ്റലൈറ്റ് ഉണ്ടല്ലോ, ഈ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ പേലോഡ് എന്ന് പറയുന്നത് 24/7 നമ്മളുടെ ഭൂമിയെ ഫോട്ടോ എടുക്കാൻ പറ്റും. ക്ലൗഡ് ഉണ്ടെങ്കിലും മഴ ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഇത് സാർ പേലോഡ് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പം 24/7 ഫോട്ടോ എടുക്കും. പിന്നെ ഈ ഭൂമി ഇതൊന്ന് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത് പോലാർ സൺസിൻക്രണറ്റ് ഓർബിറ്റാണ്. അപ്പം എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ഇപ്പോൾ സാറ്റലൈറ്റ് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം എവറി 12 days കംപ്ലീറ്റ് എർത്ത് സ്കാൻ ചെയ്യും. അപ്പം എർത്തിലുള്ള എർത്ത് ഒബ്സർവേഷൻ, ഡിസാസ്റ്റർ റിലേറ്റഡ് ആസ്പെക്റ്റ് എല്ലാം പഠിച്ച് അത് ഡേറ്റ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സാറ്റലൈറ്റാണ്. അപ്പോൾ അത് ലോഞ്ച് ചെയ്യുന്നത് നമ്മളുടെ GSLV Mark II റാക്കറ്റാണ്. ഈ MOU ഉണ്ടല്ലോ, ഇത് സൈൻ ചെയ്തത് 2014 നമ്മളുടെ റെസ്പെക്റ്റബിൾ രാധാകൃഷ്ണൻ സാർ ചെയർമാനായിട്ടിരുന്നപ്പോഴാണ്. ആ സമയത്തിലാണ് ഈ MOU സൈൻ ചെയ്യുന്നത്. അപ്പം ഇത് 10 കൊല്ലമായിട്ടാണ് ഈ സാറ്റലൈറ്റും പേലോഡ് സാറ്റലൈറ്റെല്ലാം ഡെവലപ്പ് ചെയ്തത്. 2 കൺട്രിയും ചേർന്ന് ചെയ്തത്. അപ്പം അത് ചെയ്ത് ഇപ്പം നമ്മൾ June 30th ലോഞ്ച് ചെയ്തു. അപ്പം നിങ്ങൾക്കെല്ലാം അറിയാം, ഇത്ര ഒരു കോസ്റ്റ്ലി സാറ്റലൈറ്റ് ഒരു ലോകത്തിലെ 2 സ്പേസ് ഫെയറിംഗ് നേഷൻ ചേർന്ന് ചെയ്ത സാറ്റലൈറ്റ് വിടണമെങ്കിൽ നിങ്ങൾക്കെല്ലാം അറിയാം അത് എത്ര ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാമിനെ അറിയാം. അപ്പോൾ നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 100 out of 100 സക്സസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പെർഫോമൻസ് ഒന്നും പോകാൻ പറ്റില്ല. അന്ന് കാണണം നമ്മളുടെ GSLV Mark IIയുടെ പെർഫോമൻസ്. ഈ റാക്കറ്റ് അയക്കുന്നതിന് മുമ്പോട്ട് നമ്മൾ ഭയങ്കര ഡേറ്റ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ കമ്മിറ്റീസൊക്കെ ഇട്ട്, പിന്നെ ചെയർമാൻ വിത്ത് ഡയറക്ടേഴ്സ് വി സ്പെൻഡ് ഓൺ ഫുൾ ഡേ, ഇങ്ങനെയൊക്കെ ഭയങ്കര റിവ്യൂ ചെയ്ത് കെയർഫുള്ളായിട്ടാണ് ഈ ലാഞ്ചിൽ പോയത്. ആ ലാഞ്ച് ആണ് പെർഫെക്റ്റ് ലാഞ്ചാണ്. 2 കിലോമീറ്റർ ഡിഫറൻസ് ഉള്ള റിക്വയർഡ് ഓർബിറ്റ് അറൗണ്ട് 740 കിലോമീറ്റർ കൊണ്ട് സാറ്റലൈറ്റ് ഇൻജെക്റ്റ് ചെയ്ത്. ഇപ്പോൾ സാറ്റലൈറ്റ് എല്ലാ ദിവസവും അവിടെ ടെസ്റ്റ് ഉണ്ട്. ഇതുവരെ സക്സസ് ആയിട്ട് എല്ലാ ടെസ്റ്റും ചെയ്തിട്ടുണ്ട്. സാറ്റലൈറ്റ് നല്ല ഹെൽത്തായിട്ട് ഇരിപ്പുണ്ട്. ഇത് മൊത്തത്തിൽ എല്ലാ ചെക്കും ചെയ്ത് അതിൻ്റെ പേലോഡ്സൊക്കെ ക്ലിയർ ചെയ്ത് ഒരു 60 ദിവസം കംപ്ലീറ്റ് 60 ദിവസത്തിലാണ് എല്ലാം ഓപ്പറേഷണലായിട്ട് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഇതിൽ വരുന്ന ഡേറ്റായ ലോകത്തിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പോകുന്നതുകൊണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സാറ്റലൈറ്റ് 1963 നവംബർ 21 നമ്മളാണ് ആദ്യം ഒരു
ടൈനി റാക്കറ്റ് ഇന്ത്യയിലെന്ത് ലോഞ്ച് ചെയ്യുന്നത് നൈക്ക പേഴ്സ് എന്ന് പറയും. ആ റാക്കറ്റ് ഡൊനേറ്റ് ചെയ്ത് ആരെന്ന് അറിയാമോ? US ആണ്. പിന്നെ അതൊക്കെ പേലോഡ് വന്നത് ഫ്രാൻസിൽ എന്താണ് നമ്മൾ അസംബിൾ ചെയ്ത് അയച്ചു. അത് 63 പിന്നെ August 1 1975 നമ്മൾ ആദ്യം ഒരു ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ, ഒരു സൈറ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്തു. 2400 TV സെറ്റ്സ് 6 സ്റ്റേറ്റ്, ഇന്ത്യയിലുള്ള 6 സ്റ്റേറ്റിൽ 2400 വില്ലേജിൽ വെച്ച് ഒരു ATS-6 അമേരിക്കൻ സാറ്റലൈറ്റ് യൂസ് ചെയ്ത് എല്ലാ ഡേറ്റയും അയച്ച് നമ്മളൊരു മാസ് കമ്മ്യൂണിക്കേഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത്. അപ്പോൾ 50 കൊല്ലത്ത് മുമ്പോട്ട് നമ്മൾ മറ്റവരെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ അതിലാണ് ഇരുന്നത്. ഇന്ന് അങ്ങനെയുള്ള ഒരു ദേശം, ഒരു ഇന്ത്യ സ്പേസ് പ്രോഗ്രാം ഇത്ര ഒരു സ്റ്റെപ്പായിട്ട് വളർന്ന് ഇന്നൊരു ഇൻ്റർനാഷണൽ കൊലാബറേഷനോ കൂടെ ഇങ്ങനെ ഒരു മേജർ മിഷൻ ചെയ്യുന്നത്, എവറി ഇന്ത്യൻ ക്യാൻ ബി പ്രൗഡ് ഓഫ് ദിസ് മേജർ അക്കംപ്ലിഷ്മെൻറ്റ്. ശരിക്കും പറഞ്ഞാൽ ആ ലോഞ്ച് ഈവൻ നാസ ടീം അവർ 80 പേരുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പിയും അവർ നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്തതും അപ്രീഷിയേറ്റ് ചെയ്തതും കണ്ടാൽ എവറി ഇന്ത്യൻ ക്യാൻ ബി പ്രൗഡ് ഓഫ് അവർ മേജർ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് അക്കംപ്ലിഷ്മെൻറ്റ്സ്. ഓക്കെ, ഒരു കൗതുകത്തിനാണ്. സാധാരണ സാറ്റലൈറ്റുകളുടെ ഒരു രൂപമല്ല ഒരു ഡിഷ് ആൻറ്റിന, അതും വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു ആൻറ്റിന, അങ്ങനെ ഒരു സംവിധാനം അതിനുണ്ട്. ആ ഡിഷിൻ്റെ മാത്രം വളരെ ചെറിയ ഒരു വിശദീകരണം നന്നായിരിക്കും. ഇല്ല, അതൊരു 12 മീറ്റർ ഡയമീറ്ററുള്ള ആൻറ്റനാണ്. ഇപ്പം നമ്മളങ്ങനെ 12 മീറ്റർ അങ്ങനെ വെച്ച് അയക്കാൻ പറ്റില്ല. അതൊരു ക്ലോസ് ചെയ്ത് ഒരു അംബർല പോലെ വച്ചിട്ടാണ് പേലോടുകൂടെ ചേർത്ത് വെച്ച്, സാറ്റലൈറ്റോടെ ചേർത്ത് വെച്ച് ഒരു ബോക്സ് കൺസ്ട്രക്ഷനിലാണ് അയക്കുന്നത്. അപ്പം അവിടെ അയച്ചിട്ട് ഇനി എന്നൊരു 4 ദിവസം കളിച്ച് അത് സ്റ്റെപ്പായിട്ട് അത് അൺഫോൾഡ് ചെയ്തിട്ട് പിന്നെ സ്റ്റെപ്പായിട്ട് ഓപ്പൺ ചെയ്ത് 12 മീറ്റർ കൊണ്ടുവരും. ഇതൊരു ഭയങ്കര കോംപ്ലക്സ് ടെക്നോളജിയാണ്. നമ്മളതിൽ ജോലി ചെയ്യുന്നുണ്ട്. നമ്മളൊരു 18 മീറ്റർ ആൻറ്റന ഇതുപോലെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട്. ബട്ട് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇതാണ്, ആൻറ്റനാവാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി വന്നത് ഹിമാലയൻ ഒബ്സർവേറ്ററി ഫോർ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ, അങ്ങനെ ഒരു സംവിധാനം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് എന്തൊരു നേട്ടമുണ്ടാകും? നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ശുഭാൻഷു ശുക്ലയുടെയൊക്കെ പരിശീലനത്തിൽ അനിവാര്യമായിരുന്ന ഘടകമായിരുന്നു. ഇപ്പോൾ അത് സ്വായത്തമാക്കിയിരിക്കുന്നു. അത് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് ലഡാക്കിലാണ് അത് നമ്മൾ ഇനാഗുറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഡൽഹിയിൽ എന്താണ് അത് ഇനാഗുറേറ്റ് ചെയ്തത്. ഇപ്പം നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മൾ നിറയെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാം നിറയെ ഉണ്ട്. ഇപ്പം ഗഗൻയാൻ പ്രോഗ്രാം ഒറ്റ പ്രോഗ്രാം കൂടെ നിൽക്കാൻ പോകുന്നില്ല. 2 ക്രൂഡ് മിഷൻ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതോടുകൂടെ ഫ്യൂച്ചറിൽ നമ്മളുടെ ദേശത്തിലുള്ള നമ്മളുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് നമ്മളുടെ റാക്കറ്റ് വെച്ച് മൂണിക്ക് കൊണ്ടുപോയി അവിടെ ലാൻഡ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്ന പ്രോഗ്രാമും ഓണറബിൾ പ്രൈം മിനിസ്റ്റേഴ്സ് ഗിവൻ ദ ഗൈഡ് ലൈൻ. വി ആർ വർക്കിംഗ് ഓൺ ദാറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമെല്ലാം ഉള്ളപ്പോൾ ഈ മൈക്രോഗ്രാവിറ്റി എൻവയറൺമെൻറ്റ്, ലോ ടെമ്പറേച്ചർ എൻവയറൺമെൻറ്റ് എല്ലാം സിമുലേറ്റ് ചെയ്യണമല്ലോ. അതൊക്കെ അവിടെ ലഡാക്കിലുള്ള ഒരു എൻവയറൺമെൻറ്റ് നന്നായിട്ടുണ്ട്. ഇപ്പം മാർസ് ആർബിറ്റിലുള്ള എൻവയറൺമെൻറ്റൊക്കെ ഉണ്ട് തന്നെയാണ്. അവിടെ നമ്മൾ ഇത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആവും. ബട്ട് ഞാൻ ഇതുവരെ അവിടെ പോയി കണ്ടിട്ടില്ല, പോയി കാണണം. പിന്നെ ഇത് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഒരു ബേസാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നിരവധിയായ തുടർ ദൗത്യങ്ങളുണ്ട് നമ്മുടെ ISROയെ സംബന്ധിച്ചിടത്തോളം. ISROയുടെ വരാനിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ, വരുന്ന മാസങ്ങളിലെ ഏറ്റവും സുപ്രധാനമായ ദൗത്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ഈ ഫൈനാൻസ് ഇയറിൽ ഇപ്പോൾ ഇതുവരെ 3 റാക്കറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അപ് ടു മാർച്ച് അറ്റ്ലീസ്റ്റ് 8 to 9 റാക്കറ്റ്സ് നമ്മൾ അയക്കാൻ പോകുന്നതുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റായിട്ട് പറഞ്ഞാൽ നമ്മൾ ഓണറബിൾ പ്രൈം മിനിസ്റ്ററാണ് സ്പേസ് സെക്ടർ റീഫോം അനൗൺസ് ചെയ്തത്. അതിൽ നമ്മളൊരു 5 PSLV റാക്കറ്റ് HAL L&T കൺസോർഷ്യത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് റാക്കറ്റ് ഈസ് ഗോയിങ് ടു കം ഔട്ട് ഫ്രം ദ ഇൻഡസ്ട്രി. അത് വി ആർ ഗോയിങ് ടു സെൻഡ്. ദാറ്റ് വിൽ സെൻഡ് എ ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ സാറ്റലൈറ്റ്. അതിലൊരു 34 ടെക്നോളജി ഇൻക്ലൂഡിങ് ക്വാണ്ടം ടെക്നോളജി, ഇലക്ട്രിക് പ്രൊപ്പൽഷൻ എല്ലാം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നതുണ്ട്. പിന്നെ ഒരു കമേഴ്ഷ്യൽ ലോഞ്ചുണ്ട്. LVM-3 റാക്കറ്റ് വെച്ചിട്ട് ഒരു അമേരിക്കൻക്ക് 6500 കിലോഗ്രാം ഇടയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് അയക്കാൻ പോകുന്നതുണ്ട്. പിന്നെ നേവിഗേഷൻ 3rd സാറ്റലൈറ്റ് വി ആർ ഗോയിങ് ടു സെൻഡ്. ദെൻ 1-2 SSLV റാക്കറ്റ് അയക്കുന്നതായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു GSAT-7RNE ഒരു സ്ട്രാറ്റജിക്ക് വേണ്ടി ഒരു സാറ്റലൈറ്റ് അയക്കുന്നതുണ്ട്. ഇങ്ങനെ നിറയെ പ്രോഗ്രാമുണ്ട്. അതോടുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ദിസ് ഇയർ വി ആർ ഡിക്ലെയർഡ് ആസ് ഗഗൻയാൻ ഇയർ. നമ്മൾ ആൾക്കാരെ അയക്കുന്നത് മുമ്പോട്ട് 3 അൺക്രൂഡ് മിഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് അൺക്രൂഡ് മിഷൻ ദിസ് ഇയർ ഡിസംബർ അയക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഹാഫ് ഹ്യൂമനോയിഡ് ബയോമിത്രാണി ഒരു ഹാഫ് ഹ്യൂമനോയിഡും ആൾക്കാർക്ക് പതിൽ അത് അയക്കാനുള്ളതുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇയർ 2 അൺക്രൂഡ് മിഷൻ ഫോളോഡ് ബൈ 2027 ഫസ്റ്റ് ക്രൂഡ് മിഷൻ പോകും. അപ്പം ഈ ഇയറിന് പറഞ്ഞാൽ ഒരു 7-8 ലോഞ്ചസ് കാണും.
വിജയാശംസകൾ നിരവധിയായി നേരുന്നു ISRO ചെയർമാൻ എന്ന നിലയ്ക്കും അതുപോലെ തന്നെ ISROയ്ക്കും. താങ്ക് യു വെരി മച്ച് സാർ.